നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 668 668. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 668. ലീലാകാണ്ഡത്തിൽ 167 സർഗം. ബലരാമൻ്റെ കോപം, ദുര്യോധനാദികളുടെ ക്ഷമായാചനം. അതിലെ 14ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. മാനിക്കും ആ മഹാത്മാവ് അവനീപാലനല്ല പോൽ, ദേവന്മാർ തോറ്റുടൻ പാരിജാതം അന്ന് ആർക്കു നൽകിയോ. ശ്രീകൃഷ്ണ ഭഗവാനോട് ദേവന്മാർ യുദ്ധം ചെയ്ത് തോറ്റിട്ടാണ് ഈ പാരിജാത തെയ്യ് കൊണ്ടുവരാൻ സമ്മതിച്ചത്. അങ്ങനെയുള്ള ആ ഉഗ്രസേന മഹാരാജാവിൻ്റെ ആൾക്കാരെ ഇത്ര നിഷിദ്ധമായ രീതിയിൽ അപഹസിക്കണമെന്നുണ്ടെങ്കിൽ അറിവില്ലായ്മ എന്നല്ലാതെ കണ്ട് എന്ത് പറയും. പക്ഷേ മൂഢന്മാരോട് നമ്മൾ ശ്രേഷ്ഠന്മാരാണെന്ന് നടിച്ചിട്ട് യാതൊരു കാര്യമില്ല. മൂഢന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. ഇനി 15ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ആ മഹാപ്രഭുവിനില്ല പോലും സിംഹാസനാർഹത. ശ്രീകൃഷ്ണന് ഒരു ശ്രേഷ്ഠതയില്ലാന്ന് ഇവർ പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അതാണ് ആ മഹാപ്രഭുവിനില്ല പോലും സിംഹാസനാർഹത. ലോകം പുലർത്തും ഭൂമംഗതൃക്കാൽ മെല്ലത്തലോടവേ. സാക്ഷാൽ മഹാലക്ഷ്മി ആരുടെ പാദസേവ ചെയ്യുന്നത്? മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ. ഇതറിയാതെ കണ്ട് എന്തെങ്കിലും ജൽപ്പന്നങ്ങൾ പറയാമെന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ? അവിടേക്ക് ഇവനാം പോലും രാജചിഹ്നങ്ങളേകുവാൻ. ഹസ്തിനപുരത്തുള്ള ഈ ദുര്യോധനാദികളാണോ ഞങ്ങൾക്ക് രാജചിഹ്നങ്ങൾ നൽകാൻ, അരിയിട്ട് വാഴിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത്? ആർ തൻ തൃക്കാൽ പൊടി വഹിക്കുന്നു ദിക്പാലർ മൗലിയിൽ. ശ്രീകൃഷ്ണൻ്റെ തിരുപാദ പത്മത്തിലെ പാംസുധൂളികൾ, ഭൂമി അതായത് മൺതരികൾ ദിക്പാലകന്മാരുകൂടി ശിരസിൽ അണിയണു. ബ്രഹ്മാവ് ശിവൻ അല്ലീ ഞാൻ പോലും ആർത്തൻ കലാംശമോ. ബ്രഹ്മാവും ശിവനും അല്ലീ ഞാൻ ബ്രഹ്മാവും ശിവനല്ല പോലും. ആർത്തൻ കലാംശമോ, ഞാൻ ആരുടെ കലാംശമാണ് എന്ന് ഈ എന്താണെന്നാ പറയുക, ദുർമൂർത്തിക്ക് അറിയോ? അവിടേക്കെങ്ങു ദുര്യോധനൻ്റെ തുച്ഛനൃപാസനം. അവിടേക്കെങ്ങ് ദുര്യോധനൻ്റെ തുച്ഛനൃപാസനം. ഇവൻ കൊടുത്തതാം പോലും ഭുജിക്കവതു വൃഷ്ണികൾ. ഇവൻ്റെ ഔദാര്യത്തിൽ, ദുര്യോധനാദികളുടെ ഔദാര്യത്തിലാണത്രേ വൃഷ്ണികൾ മാമുണ്ണണത്. കുരുക്കൾ മകുടം നമ്മൾ ചെരുപ്പുകളും ഉദ്ധവ. അതായത് നമ്മൾ ചെരുപ്പ്, അവർ ദുര്യോധനൻ മകുടം, അതായത് സ്വർണ്ണ എന്താണെന്നാ പറയുക, എന്താണ് പേര്, കിരീടം, സ്വർണ്ണ കിരീടം ധരിക്കണവൻ അവൻ, നമ്മൾ ചെരുപ്പ് ധരിക്കുന്നവൻ എന്നല്ലേ ഉദ്ധവ അവൻ പറഞ്ഞത്. അവൻ്റെ ചെകിടത്തൊന്നു ചെരിപ്പൊത്താണ് ചെരിപ്പത്താഞ്ഞു ചൊൽകയാം. അവൻ്റെ ചെകിടത്തൊന്നു ചെരിപ്പത്താഞ്ഞു ചൊൽകയാം.
ദുരഹങ്കാരം ഈ മട്ടിൽ പുലമ്പും ദുഷ്ടരെ സ്വയം ഒതുക്കുവാൻ മാത്രമാണ് ഈ മുസലത്തെ വഹിപ്പൂ ഞാൻ. ഈ മുസലം ഞാൻ വഹിക്കണത് എന്തിനാശുണ്ടോ, ഇമാതിരി തോന്നിവാസികളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയില്ല, അല്ലാണ്ട് എൻ്റെ ദേഹരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലാതെ പറഞ്ഞത്. ഈ ആയുധം മുസലം, അതായത് കരി, മണ്ണ് ഉഴുതാൻ ഉപയോഗിക്കുന്ന കരിയാണ് അദ്ദേഹത്തിൻ്റെ തോളത്തുള്ളത്. അതുകൊണ്ട് ആരേനെയും കൊത്തി വലിക്കാം. ഒതുക്കുവാൻ മാത്രമാണ് ഈ മുസലത്തെ വഹിപ്പൂ ഞാൻ. കൗരവന്മാരെ വെച്ചേക്കില്ല ഇനി ഞാൻ ഇന്ന് തീർച്ചയാം. ഇവറ്റയുടെ ധിക്കാരം ഇതിനോടെ നശിക്കണം. ഇനി ആരോടും ധിക്കാരപൂർവം ദുര്യോധനാദികൾ സംസാരിക്കാൻ പാടില്ല. ഇവറ്റയുടെ ധിക്കാരം ഇതിനോടെ നശിക്കണം. ഈ വണ്ണം ചൊല്ലി മുപ്പാരും ദഹിപ്പിച്ചുമാറുടൻ. 3 ലോകവും ദഹിപ്പിക്കുന്ന കൂട്ടത്തിൽ മഹാമുസലവും കയ്യിലാർന്നു കോവാരുണേക്ഷണൻ. കയ്യിലെ മുസലം വേന്തി ദേഷ്യം കൊണ്ട് കണ്ണൊക്കെ ചുവന്നു. ഗംഗാനദിയിലേക്കൊന്നായി ഒഴുക്കാനോർത്തമാതിരി ഉദ്ധവൻ പോലും ഉൾപ്പൂവിലൊട്ടൊന്ന ആകുലനാം വിധം. അപ്പോൾ മഹാമുസലവും കയ്യിലാർന്നു കോപാരുണേക്ഷണൻ. ഹസ്തിനപുരിതൻ തെക്കുമതിൽ കെട്ടിൻ്റെ ചോട്ടിലായി. അതായത് ഹസ്തിനപുരിയുടെ തെക്കേ മതിലിൻ്റെ ചോട്ടിലായിട്ട് ഈ കരി ഇട്ടിട്ട് ഇങ്ങോട്ട് വലിച്ചു. ഒന്നായിട്ട് ഹസ്തിനപുരം മുഴുവൻ ഗംഗയിലേക്ക് ഇങ്ങോട്ട് മറയത്തക്ക വിധത്തിൽ. ഹസ്തിനപുരിതൻ തെക്കുമതിൽ കെട്ടിൻ്റെ ചോട്ടിലായി. ആ ജിയോഗ്രാഫി നമ്മുടെ മനസ്സിൽ വരണം. നമ്മളിപ്പോൾ അതിന് അവിടെ പോയിക്കൊള്ളണം എന്നൊന്നുമില്ല. ഹസ്തിനപുരിയുടെ ഒരു ജിയോഗ്രാഫി തെക്ക് ഭാഗത്ത്, അതെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കിഴക്കോട്ടാണ് തിരഞ്ഞിരിക്കണത് വിചാരിച്ചാൽ എൻ്റെ വലതു ഭാഗത്ത് തെക്ക് ഭാഗം വരാം. അവിടേക്കിട്ട് വലിച്ചിട്ട് ഒരൊറ്റ ഇഴുക്കലാണ്. അതെങ്ങനെ? ഗംഗാനദിയിലേക്കൊന്നായി ഒഴുക്കാനോർത്തമാതിരി എല്ലാം കൂടി ഗംഗയിലേക്ക് വീഴണം. ഉദ്ധവൻ പോലും മുൾപ്പൂവിലൊട്ടൊന്ന ആകുലനാംബിതം. ഉദ്ധവരെന്ന് പറിച്ചുപോയി. എന്താ ഈ മഹാസാഹസം? കരി കൊണ്ടാകവേ കൊത്തിപ്പുഴക്കിടാൻ മഹാഭുജൻ തുടർന്നാൻ കപ്പൽ മറിയും പോലെ കണ്ടു സമസ്തരും. ഒരു വലിയൊരു കപ്പൽ എങ്ങനെ മറിയാം, അതേപോലെയാണ് അവിടെ ഉണ്ടായിരുന്നവർക്ക് മനസ്സിലായത്. ജീവനിൽ കൊതി പൂണ്ടോടി വീമ്പൊക്കെയുമകന്നുടൻ. ഇതുവരെ വീമ്പ് പറഞ്ഞ ആൾക്കാർ ജീവനും കൊണ്ടോടി അല്ലേ? എന്താ ഭൂമി കുലുക്കാണോ എന്താ മനസ്സിലായില്ലേ ഇവർക്ക്? കുടുംബത്തോടെ രാമൻ്റെ മുമ്പിൽ വന്ന ഭയാർത്ഥികൾ. അതാണ്. അപ്പം കപ്പൽ മറിയും പോലെ കണ്ടു സമസ്തരും ജീവനിൽ കൊതി പൂണ്ടോടി വീമ്പൊക്കെയും അകന്നുടൻ കുടുംബത്തോടെ രാമൻ്റെ മുമ്പിൽ വന്ന ഭയാർത്ഥികൾ. പൊറുക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് നമസ്കരിച്ചെഴുന്നേറ്റു തൊഴുതൊട്ടൊട്ടുമല്ലവേ വിറപൂണ്ട് ഈ വിധം വാഴ്ത്തി സ്തുതിച്ചാരൊപ്പം ഏവരും. എല്ലാവരും ഒരേ സ്വരത്തിൽ വീണ് ദണ്ഡനമസ്കാരം ചെയ്ത് എണീട്ട് ഒരേ സ്വരത്തിൽ സ്തുതിക്കാൻ തുടങ്ങി രാമനെ. രാമ രാമ മഹാവീര്യ ഭഗവൻ വിശ്വപാലക. വളരെ ശ്രദ്ധിക്കണം. രാമ രാമ മഹാവീര്യ ഭഗവൻ വിശ്വപാലക. രക്ഷിച്ചിടണം ഈ ഞങ്ങൾ അറിവില്ലാത്ത കുട്ടികൾ. ഇപ്പം അവർക്ക് മനസ്സിലായി അവരെ അറിവില്ലാത്തവരാണെന്ന്. ഇത്രയേ ഉള്ളൂ. എല്ലാവരുടെ സ്ഥിതി ഇതാണ്. എന്തൊക്കെ നീട്ടി വിളിക്കും ചീത്ത, അതൊക്കെ ചെയ്ത് അപകടം വരുമ്പോൾ കാക്കണേന്ന് പറയും. രാമ രാമ മഹാവീര്യ ഭഗവൻ വിശ്വപാലക. രക്ഷിച്ചിടണം ഈ ഞങ്ങൾ അറിവില്ലാത്ത കുട്ടികൾ. ബുദ്ധി കെട്ടവർ ചെയ്തുള്ളൊരവിവേകം പൊറുക്കണം. അടിയങ്ങൾ അറിഞ്ഞില്ല നിൻ പ്രഭാവം മഹാപ്രഭു. അങ്ങയുടെ പ്രഭാവം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല, ക്ഷമിക്കണം. വിശ്വം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചും കളിപ്പൂനി. ആര്? ബലരാമൻ.
അനന്ത ഭഗവാൻ, അനന്തൻ. വിശ്വം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചും കളിപ്പൂ നീ. ലോകങ്ങളൊക്കെയും നിൻ്റെ കളിക്കോപ്പുകൾ മാത്രമാം. ഈ കാണുന്ന ബ്രഹ്മാണ്ടം ഈശ്വരൻ്റെ കളിക്കോപ്പുകളാണ്. അനന്തമൂർത്തി നീ മൂർധാവും നിനാൽ ക്ഷിതിമണ്ഡലം വഹിച്ചു രക്ഷിക്കുകയാണെന്നും കരുണാനിധേ. അനന്തമൂർത്തി നീ, അനന്തം എന്ന് പറഞ്ഞാൽ അറ്റമില്ലാത്തവൻ. മൂർധാവൊന്നിനാൽ, നൻ്റെ 1000 ശിരസിൽ ഒന്നിൽ ഈ ഭൂമിനെ ക്ഷിതിനെ എടുത്തു വെച്ചിട്ടുണ്ട്. ക്ഷിതിമണ്ഡലം വഹിച്ച് രക്ഷിക്കുകയാണ് എന്നെന്നും കരുണാനിധേ. കോപിപ്പതും നീ ഞങ്ങൾക്കു നന്മയ്ക്കായി തന്നെയാം പ്രഭോ. അങ്ങയുടെ ഈ കോപം ഞങ്ങൾക്ക് ഇന്ന് ഒരു അനുഗ്രഹമായി അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് പറഞ്ഞത്. കൃപയുൾത്തിങ്ങിയാം വിശ്വം സത്വത്താൽ കാത്തു വാഴ്വതും. ഈ ഭൂമി അല്ലെങ്കിൽ ഇതര ഗ്രഹങ്ങളൊക്കെ ഒരുപാട് ക്ലോസ് ആയിട്ട് വരും, അതേപോലെ തന്നെ അകന്നു പോവും. അത് കാരണം എന്താ? സത്വത്താൽ, സത്വഗുണം കൊണ്ട്, സാത്വിക ഗുണം കൊണ്ട്. അപ്പോൾ നമ്മളേവരും അഭിവൃദ്ധിപ്പെടേണ്ടത് സാത്വിക ഗുണനിധികളായിട്ടാണ്. രജോ ഗുണം കൊണ്ടും തമോ ഗുണം കൊണ്ടും അല്ല. അപ്പോൾ രജോ ഗുണത്തെയും തമോ ഗുണത്തെയും നിയന്ത്രിക്കുന്ന ആഹാര വികാര തള്ളിച്ചകൾ ഇല്ലാണ്ടാവണം. സത്വഗുണപ്രധാനമായിട്ടുള്ള ആഹാരങ്ങളെ കഴിക്കാവൂ. എന്തിനു വേണ്ടി? നമ്മൾ വലുതാവാനും വേണ്ടിയിട്ട്. അല്ലാതെ കണ്ട് ഇതൊരു ഹിന്ദുവിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതം അടിസ്ഥാനത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടല്ല. ഉദ്ഗതി പ്രാപിക്കണോ, ശാശ്വതമായ ഐശ്വര്യം നിലനിർത്തണോ, ഉത്തമ മാർഗത്തെ അവലംബിക്കണം. ഈ വണ്ണം മഴൽ പൂണ്ടോതും മൊഴികേട്ട് അച്യുതാഗ്രജൻ. ഇങ്ങനെ വീണ് കേണ് തൊഴുത് സ്തുതിക്കുന്ന ആൾക്കാരെ കണ്ട് മൊഴികേട്ട് അച്യുതാഗ്രജൻ, അച്യുതൻ്റെ ഏട്ടൻ ബലരാമൻ, പേടിക്കായക ഉടൻ തന്നെ സന്തോഷിച്ചരുളേടിനാൻ. അവിടെയാണ് സാത്വിക ഗുണനിധികൾ തെറ്റ് മനസ്സിലാക്കി രക്ഷിക്കണേന്ന് പറഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യില്ല? ശിക്ഷിക്കില്ല. അവിടെയാണ് അവരുടെ ശരിയായ, പക്ഷെ അവരെ പാഠം പഠിപ്പിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു പേടിക്കായക എന്നുടൻ തന്നെ സന്തോഷിച്ചരുളേടിനാൻ. 1201 തരമാം കൊമ്പനാനകൾ 1201 തരമാം കൊമ്പനാനകൾ വരദക്ഷിണയായി മറ്റും പലേ തന്നു സുയോധനൻ. അപ്പോൾ ഈ ലക്ഷ്മണയ്ക്ക് സാമ്പൻ ഭർത്താവായിട്ട് ഇനി ഇവിടേക്ക് അയക്കണം. അപ്പോൾ 1201 1 തരമാം കൊമ്പനാനകൾ വരദക്ഷിണയായി മറ്റും പലേ തന്നു സുയോധനൻ. സന്തോഷമാർന്നരുളിനാൻ അവയൊക്കെയും അവ്യയൻ കൈക്കൊണ്ടു ലക്ഷ്മണയോടും. അവിടെ ലക്ഷണമെന്നുള്ളൂ, അത് ലക്ഷ്മണയാണ് എന്നാണ് എൻ്റെ അതെ, ലക്ഷ്മണയാണ്, അതാണ്. അപ്പോൾ അവിടെ ലക്ഷണമെന്നേ ഉള്ളൂ, അത് നമ്മളൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കായിട്ട് കണക്കാക്കണം. അപ്പോൾ അവിടെ സന്തോഷമാർന്നൊളിനാവയ്ക്കയും അവയൻ കൈകൊണ്ടു ലക്ഷ്മണയോടും സാമ്പനോടും യദൂത്തമൻ ബലരാമൻ ഭീഷ്മാദി സർവരും മുമ്പിൽ തൊഴുതങ്ങനെ നിൽക്കവേ. ഭീഷ്മദ്രോണ ആദികൾ തൊഴുത് നിൽക്കുന്നുണ്ട്. അത് ആദ്യം ഉണ്ടായിരുന്നു,
പക്ഷേ ഇവന്മാർ കശ്മലന്മാരല്ല, ദുര്യോധനാദികൾ. അത് കാരണം അവർക്ക് അത്ര ബോധം ഉണ്ടായിട്ടില്ല. ഭീഷ്മാദി സർവരും മുമ്പിൽ തൊഴുതങ്ങനെ നിൽക്കവേ ഉദ്ധവാദികളോടൊപ്പം തേരിലേറി മഹാപ്രഭു ദ്വാരകാപുരിയിൽ ചെന്ന സംഭവങ്ങൾ മുഴുക്കയും സവിസ്തരം ചൊല്ലി രാമൻ ഏവർക്കും തോഷമേകിനാൻ. എല്ലാവർക്കും ആനന്ദത്തെ വളർത്തി. ചേണാർന്നിടും കൗരവരാജധാനി ഇന്നും വടക്കോട്ട് ചെരിഞ്ഞു കാണാം. ആ ജിയോഗ്രാഫിയിൽ ചേണാർന്നിടും കൗരവരാജധാനി ഇന്നും വടക്കോട്ടു ചെരിഞ്ഞു കാണാം. രാമൻ്റെ വീര്യത്തെ വിളിച്ചു ചൊല്ലും വിധം തെളിഞ്ഞങ്ങനെ തെക്കുഭാഗം ഉയർന്നും വടക്കുഭാഗം നദിയിലേക്ക് ചെരിഞ്ഞിട്ടാണ് ഹസ്തനപുരി ഇന്നും നിലനിൽക്കുന്നത്. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ സപ്തഷ്ട്യാധിക ശതതമ സർഗ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 168 സർഗം നാരദൻ്റെ ദ്വാരകാപ്രയാണം. ഭഗവാൻ എന്തൊക്കെയാണ് ചെയ്യണത് എന്നൊക്കെ അറിയണം. എങ്ങനെയാണ് ഈ 16,008 ഭാര്യമാരെ സന്തോഷിപ്പിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടി? ഭഗവാന്റെ വിഭൂതികൾ എത്രത്തോളം ഉണ്ടെന്ന് സാധാരണക്കാരായ നമ്മളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട്. ശ്രീകൃഷ്ണ കീർത്തിയാലുള്ളം കുളിർപ്പിച്ചാൻ മഹാമുനി നാരദരെ. ശ്രീകൃഷ്ണ കീർത്തിയാലുള്ളം കുളിർപ്പിച്ചാൻ മഹാമുനി വീണ്ടും വിൺഗംഗതൻ വക്കിൽ മേവും രാജാവിനെത്രയും. ശ്രീകൃഷ്ണ കീർത്തിയാലുള്ളം കുളിർപ്പിച്ചാൻ മഹാമുനി വീണ്ടും വിൺഗംഗതൻ വക്കിൽ മേവും രാജാവിനെത്രയും. നരകാസുരനെ കൊന്ന് നളിനായതലോചനൻ 16,000 വീണ്ടും വിവാഹം ഒരുപോലവേ ഒരേ മുഹൂർത്തത്തിൽ അതോ ദേഹം മാറാതെയും വിഭു. അതായത് 16,000 രാജകുമാരിമാർക്കും 16,000 ശ്രീകൃഷ്ണൻ. അതുണ്ടായത്, അല്ലാണ്ട് ഒരാൾ 16,000 അല്ല. അപ്പോൾ ഇത് ഈ ഒന്നിലധികം ഭാര്യമാരുണ്ട് എന്നൊക്കെ പറയണത് അറിവില്ലായ്മ കൊണ്ടാണ്. പ്രശ്നമില്ലേ? നമ്മളും അങ്ങനെ തന്നെ വിചാരിക്കണം. ഓരോ ഭാര്യമാരുടെ വീട്ടിലും വെവ്വേറെ വീടുണ്ട്, അതിലൊക്കെ ഓരോ ശ്രീകൃഷ്ണനുണ്ട്. ഇതിൻ്റെ ഗരിമ സാധാരണക്കാരായ എത്ര ആൾ മനസ്സിലാക്കിയിട്ടുണ്ട്? ഒരേ മുഹൂർത്തത്തിൽ അതോ ദേഹം മാറാതെയും വിഭു ചെയ്തതായി ഏവരും ചൊല്ലിക്കേട്ട് കാതുകുളിർക്കവേ. നമ്മൾക്ക് കാതുകുളിർക്കല്ല, എന്തൊരു അപാകത ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം എന്താ? ഡെപ്ത് മനസ്സിലാക്കിയില്ല നമ്മൾ. സന്തോഷം ആശ്ചര്യവുമാർന്നുടൻ ദേവർഷി നാരദൻ പലയിടങ്ങളും മേവും അസംഖ്യം ഭക്തരെ സ്വയം ഒന്നിച്ചനുഗ്രഹിച്ചിടും അരവിന്ദ വിലോചനൻ ചെയ്തുള്ളൊരാ മനോഹാരി വൈഭവം പരമാത്ഭുതം. അല്ലേ? എല്ലാവർക്കും കേൾക്കുന്നവർക്ക് അതിൻ്റെ അശ്ലീയത്ത് ഒറിജിനാലിറ്റി മനസ്സിലായാൽ വളരെ ആശ്ചര്യമായിട്ട് തോന്നും. അല്ലേ? അതാണ് സന്തോഷം ആശ്ചര്യവും മാർന്നുടൻ ദേവർഷി നാരദൻ പലയിടങ്ങളിലും മേവും അസംഖ്യം ഭക്തരെ സ്വയം ഒന്നിച്ചനുഗ്രഹിച്ചിടും അരവിന്ദ വിലോചനൻ ചെയ്തുള്ളൊരാ മനോഹാരി വൈഭവം പരമാത്ഭുതം. നേരിട്ടേ ചെന്നുതാൻ കണ്ടു കണ്ണും കരളും എത്രയും കുളിർപ്പിച്ചവരെയെല്ലാം തൻ മണിവീണയിൽ മഞ്ജുളം പാടിപ്പുകഴ്ത്തിയും കൊണ്ട് മഹതി എന്നുള്ള തൻ്റെ മഞ്ജുളം എന്ന് പറഞ്ഞാൽ വളരെ ലോലമായ അല്ലെങ്കിൽ ഗഹനമായ ശബ്ദവീചികളാൽ എന്താണെന്നാ പറയുക, മാസ്മരികത ചെയ്യാനൊക്കെ സാധിക്കുന്ന കൂട്ടത്തിലെന്നർത്ഥം. പാടിപ്പുകഴ്ത്തിയും കൊണ്ടു ഭക്തലോകത്തിനൊക്കെയും ആഹ്ലാദമേകാനോർത്തോർത്ത് കുതുകാകുലമാനസൻ ഭാഗ്യവാൻ വീണമേട്ടിക്കൊണ്ടണഞ്ഞാൻ ദ്വാരകാപുരം
പൊൻതാഴികക്കുടം പോക്കുവയിലേറ്റിങ്ങുമിന്നിയും. പൊൻതാഴികക്കുടം, ഓരോ വീടിനും പൊന്നും കൊണ്ട് താഴികക്കുടമുണ്ട്. പോക്കുവയിലേറ്റങ്ങിങ്ങുമിന്നിയും മലർവാടികൾ മന്ദാരം പിച്ചകം മുല്ല ചമ്പകം പാരിജാതം തുടർന്നുള്ള പൂക്കൾ തൻ ദിവ്യ സൗരഭം. അല്ലേ? ആ ഓരോ ബംഗ്ലാവിൻ്റെ അവിടെയും മലർവാടികൾ, പൂന്തോട്ടങ്ങൾ, മന്ദാരം പിച്ചകം മുല്ല ചമ്പകം പാരിജാതം തുടർന്നുള്ള പൂക്കൾ തൻ ദിവ്യ സൗരഭം വീശിയും തൈമരക്കൊമ്പിൽ പല പക്ഷികൾ പാടിയും. തയ്യാണ്, ചെറിയ ചെറിയ മരങ്ങളാണ്. അതിലൊക്കെ അതിൻ്റെ തളിരുണ്ണാൻ പാകത്തിന് പലതരത്തിലുള്ള പക്ഷികൾ. തൈമരക്കൊമ്പിൽ പല പക്ഷികൾ പാടിയും കൃഷ്ണനാമങ്ങൾ അത്യന്തമധുരം മെല്ലെ മെല്ലവേ കഴുത്തിളക്കിയും കൊണ്ട് കൊഞ്ചുന്ന ചെറുതത്തകൾ. തത്തകളൊക്കെ കൃഷ്ണനാമം ജപിക്കണമെന്നാണ് പറഞ്ഞത്. കൃഷ്ണനാമങ്ങൾ അത്യന്തമധുരം മെല്ലെ മെല്ലവേ കഴുത്തിളക്കിയും കൊണ്ട് കൊഞ്ചുന്ന ചെറുതത്തകൾ ആഗതന്മാരിൽ ആനന്ദമാദ്യം തന്നെ വളർത്തിയും. ഇതിനൊക്കെയാണ് വലിയൊരു മനസ്സ് വേണം. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പാടി പുകഴ്ത്തണം ഭഗവാനെ. നല്ലോർ തൻ മാനസം പോലെ, നല്ലവരുടെ മാനസം പോലെ മിന്നും സ്വച്ഛജലത്തിനാൽ. എത്ര ആഴുണ്ടെങ്കിലും എന്താണ്, മലിനമല്ലെങ്കിൽ നിർമ്മലമാണെങ്കിൽ അടിത്തട്ട് കാണും. അതേപോലെ അതുകൊണ്ടാണ് ആഗതന്മാരിൽ ആനന്ദം ആദ്യം തന്നെ വളർത്തുകയും നല്ലോർ തൻ മാനസം പോലെ. അപ്പം നമ്മുടെ മനസ്സിൽ ഭാരം ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ മനസ്സ് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നാമം ചൊല്ലിയിട്ട് കാര്യമില്ല, സപ്താഹത്തിന് പോയിട്ട് കാര്യമില്ല. അച്ഛനമ്മമാരെ നോക്കിയാലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ, അല്ലാണ്ട് പറ്റില്ല. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, പറയാൻ വല്ലതും വേണം. നല്ലോർത്തൻ മാനസം പോലെ മിന്നും സ്വച്ഛജലത്തിനാൽ തെളിവേറും തടാകങ്ങൾ കണ്ണിന്നു കുളിരേകിയും മരവും കല്ലും എല്ലാം സ്വർണവും തനിരത്നവും. കൂട്ടക്ഷരങ്ങളാണ്, അടിച്ച് പൊളിച്ച് പറഞ്ഞിട്ടുണ്ട്. മരവും കല്ലും എല്ലാം സ്വർണവും തനിരത്നവും ദ്വാരകയ്ക്ക് വിധം തന്നെ വേണം എന്നോതും ഏവനും. ദ്വാരക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് എന്ന് എല്ലാവർക്കും പറയാനുള്ള സാധ്യത ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ മട്ട് ആശ്ചര്യമാം സർവസമൃദ്ധികളുമാർന്നതായി രുക്മിണി നിലയം രമ്യം സത്യഭാമാ നികേതനം ലക്ഷ്മണാസദനം ശൈബ്യാനികേതം മധുമാതിരി. വിശേഷപ്പെട്ടവരുടെ 1-2 ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞു. അസംഖ്യം മണിസൗധങ്ങൾ നിറഞ്ഞ് അഴകിയെന്നതായി 16,000 മണിമന്ദിരങ്ങൾ. ഒന്ന് മെച്ചം ഒന്ന് മെച്ചമില്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലാം ഒരേപോലെ, എല്ലാ സൗകര്യങ്ങളും. അസംഖ്യം മണിസൗധങ്ങൾ നിറഞ്ഞഴകിയെന്നതായി ആവോളം വിശ്വകർമാവ് കരകൗശലമൊക്കെയും കാണിച്ചൊരാ മഹത്തായ നഗരത്തിൽ അസംശയം, ഒരു സംശയത്തിനിടയില്ല, പ്രവേശിച്ച് ലോകമൊട്ടാകെ മാനിക്കും ദേവമുനി നാരദമുനി. മുന്നിൽ താൻ എത്രയും മിന്നും സൗധം നോക്കി മഹാമതി. ഇപ്പോൾ വന്ന് ചേർന്നിട്ടുള്ള വീടിൻ്റെ മുന്നിൽ നിന്ന് ഒന്നൊരു അവലോകനം ചെയ്തു. പാരിജാത മലർക്കാറ്റു വീശും മുറ്റത്തിലൂടവേ പലരും വന്നു കൈകൂപ്പി ഞെളിഞ്ഞ് ഉല്ലാസമേൽക്കവേ. ഇദ്ദേഹത്തിന് നമസ്തേ നമസ്തേ കൊണ്ട് കൈ കടയാൻ തുടങ്ങി. കാണുന്നവരൊക്കെ നമസ്കരിക്കുന്നുണ്ട്, നമസ്കാരം പറയുന്നുണ്ട്. പാരിജാത മലർക്കാറ്റു വീശും മുറ്റത്തിലൂടവേ പലരും വന്നു കൈ കൂപ്പി തെളിഞ്ഞ് ഉല്ലാസമേൽക്കവേ കോലായിലേറി രോമാഞ്ച വിഭൂഷിതകളെ വരൻ. കോലായിരിക്കും ഇങ്ങോട്ട് കയറുമ്പോഴേക്കും ശരീരമാകെ വിറയ്ക്കണു. എങ്ങനെ? കോൾമയിർ കൊണ്ടിട്ട്, ഗദ്ഗതം കൊണ്ട്. കോലായിലേറി രോമാഞ്ച വിഭൂഷിതകളെ വരൻ വീണയിൽ കൃഷ്ണനാമങ്ങൾ മീട്ടിയും കൊണ്ടുമല്ലവേ പൊൻകോണി കയറി ചെന്ന് കണ്ടാൻ കാർമുകിൽ വർണ്ണനെ. വീശും വിദർഭാത്മജയോടെന്തോ ചൊല്ലിച്ചിരിപ്പതായി
തൻ്റെ എല്ലാമായിരിക്കുന്ന രുക്മിണീ ദേവിയോട് എന്തോ കുശലം പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഇരുത്തി മെല്ലെ പാദങ്ങൾ കഴുകിച്ച ആദരത്തോടും മധുപർക്കങ്ങളും മറ്റും നൽകി വേണ്ടുന്ന മാതിരി. ഓ വരൂ വരൂ നാരദരെ, എന്തൊക്കെയാണ് വിശേഷം? എവിടുന്നാ വെറുതെ ഇരിക്കൂ, കാല് കഴുകട്ടെ. ആ കാല് കഴുകിയിട്ടുള്ള തീർത്ഥം തൻ്റെ മൗലിയിലൊക്കെ തളിച്ചു, കൺകളിലൊക്കെ ഒപ്പി, രുക്മിണിയുടെ മേൽ തളിച്ചു, ദാസിമാരുടെ മേലൊക്കെ തളിച്ചു, പൂജിച്ചു. പുണ്ടരീകാക്ഷൻ ദേവർഷിയോടുമെല്ലവേ ചോദിച്ചാൻ അവിടേക്കെന്തോ സേവനം ചെയ്തിടേണ്ടു. ഞാൻ അങ്ങയെ എങ്ങനെ സേവിക്കേണ്ടത്? അങ്ങയുടെ ആഗ്രഹങ്ങൾ എന്താ പറയൂ, ഞാൻ ചെയ്യാം. ഭക്തവത്സലനോദീടം മിതമാം മധുഭാഷണം. ഭക്തവത്സലൻ, ഭഗവാൻ ഭക്തവത്സലനാണ്, നമുക്കറിയില്ല അല്ലേ? കാരണം നമ്മളെന്തൊക്കെയോ ഉപ്പ് മുളക് മല്ലി വാങ്ങാനുള്ള ലിസ്റ്റ് മാതിരി എനിക്ക് അത് വേണം ഇത് വേണം, ഇതൊക്കെ സ്റ്റോർ കീപ്പറുടെ ജോലിയാണോ ഭഗവാന്? അറിയില്ല. അത് തിരുത്തുക. ഭഗവാൻ ഭക്തവത്സലനാണ്. ഭക്തി ഉണ്ടെങ്കിലേ ഭഗവാന്റെ വാത്സല്യം നമ്മൾക്കുണ്ടാവുള്ളൂ. ഭക്തവത്സലൻ ഓതിയിടും മിതമാം മധുഭാഷണം നുകർന്ന ആനന്ദമാർന്ന് ഈ മട്ടുര ചെയ്താൻ മുനീശ്വരൻ. എന്താണ് ശ്രീകൃഷ്ണനോട്, രുക്മിണി സമേതനായ ശ്രീകൃഷ്ണനോട് ഭഗവാൻ പറഞ്ഞത്? പൂമങ്കത്തൻ കണവനെ ഞങ്ങളിപ്രകാരം പൂജിപ്പതോർത്തേടുകിൽ അത്ഭുതമല്ലാത്തെല്ലും. അങ്ങ് എന്നെ പൂജിക്കണു, ഞാൻ അങ്ങയെ പൂജിക്കണു, ഇതിന് വലിയ അത്ഭുതമില്ലാതാ പറഞ്ഞത്. പൂമങ്കതൻ കണവനെ, ലക്ഷ്മി ദേവിയുടെ ഭർത്താവായിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ ഇപ്രകാരം ഓർത്തിടുകിൽ അത്ഭുതം അല്ലതെല്ലും ഉരുവിടുന്നു ഖലർക്കു ശിക്ഷ വേണ്ടോർക്കും. അതായത് വിശേഷനായിട്ട് അങ്ങ് ആക്ട് ചെയ്യുന്നുണ്ട്. ഖലർക്ക്, ദുര്യോധനാദികളെ പോലെയുള്ള ഖലർക്ക് ശിക്ഷ വേണ്ടോർക്ക് മാനവം അണച്ചിടും ഈ ജഗത്തിൽ. സജ്ജനങ്ങളെ രക്ഷിക്കുകയും ദുർജനങ്ങളെ ശിക്ഷിക്കുകയും ചെയ്തു വരികയാണെങ്കിൽ യാചിപ്പൂ ഞാനിരുവരങ്ങൾ മുകുന്ദ. എന്താ സേവ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു എനിക്ക് 2 വരം വേണമെന്നാണ് പറഞ്ഞത്. നമ്മൾക്കും ചോദിക്കാം ഭഗവാനോട്, പക്ഷേ നാരദരെ പോലെ ആയിരിക്കണം നമ്മൾ. യാചിപ്പൂ ഞാനിരുവരങ്ങൾ മുകുന്ദ നിന്തൃപാദങ്ങളെന്നും മകതാരിൽ വിളങ്ങുവാനും. എനിക്ക് ഭഗവാനെ ഒന്നും വേണ്ട, സദാസമയത്തും അങ്ങയുടെ തിരുപാദപത്മങ്ങൾ എൻ്റെ ഉള്ളിൽ മിന്നണം. പിന്നെയോ വിളങ്ങുവാനും പാരിച്ച കൃഷ്ണകഥ പാടിയലഞ്ഞു തന്നെ. അങ്ങയുടെ വിഭൂതികളെ പാടി ഈ ലോകത്ത് അവിടെയും ഇവിടെയും നടക്കാനും സാധിക്കണം. ഇങ്ങനെ 2 കാര്യങ്ങളേ ഉള്ളൂ. യാചിപ്പൂ ഞാൻ ഇരുവരങ്ങൾ മുകുന്ദ നിയന്ത്രപാദങ്ങളെന്നും മകതാരിൽ വിളങ്ങുവാനും പാരിച്ച കൃഷ്ണകഥ പാടിയലഞ്ഞു തന്നെ. പാരിൽ ചെവിക്ക് അമൃതമാധുരി ചേർക്കുവാനും മറ്റുള്ളവരുടെ കാതുകളിൽ ശ്രീകൃഷ്ണ കഥയാകുന്ന അമൃതത്തെ ഒഴിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കണമെന്നാണ്. 2ാമത്തത് ആ മട്ടാനുഗ്രഹം വാങ്ങി. അങ്ങനെയുള്ള ആ 2 അനുഗ്രഹങ്ങൾ വാങ്ങി കൃഷ്ണൻ്റെന്ന്. മോദമാർന്ന മഹാമുനി, സന്തോഷചിത്തനായിട്ടുള്ള ആ നാരദരെ കാർ കൊണ്ടൊളിവർണ്ണൻ്റെ കാൽത്താർ വന്നിച്ചിറങ്ങിനാൻ. ഭഗവാനെ നമസ്കരിച്ച് ഭഗവാന്റെ തിരുവാദപത്മങ്ങളെ സ്വന്തം ഹൃദയപത്മത്തിലാക്കി അവിടുന്ന് ഇറങ്ങിയ അദ്ദേഹം. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ അഷ്ടഷഷ്ട്യാധികശതതമഃ സർഗഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇന്നേക്ക് ഇത്ര മതി.
ഇങ്ങനെ ഇരിക്കുന്ന ആ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹാശിസ്സുകൾ സദാ ഏവരിലും എത്തത്തക്ക വിധത്തിൽ ഭഗവാന്റെ തിരുവാദപത്മങ്ങളെ നാരദരെ പോലെ സ്വന്തം ഹൃദയകമലത്തിൽ വെച്ച് ആരാധിക്കാനും ശ്രീകൃഷ്ണലീലകൾ പാടി സഹജീവികളുടെ കാതുകളെ ഇമ്പമാർന്ന അവസ്ഥയിൽ കോരിത്തെരിപ്പിക്കുവാനും ഭഗവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നാളെ കാണാം.